ഒരു എഞ്ചിനീയർ ആവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ സിനിമാ നടനായി, പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകനായി, പിന്നീട് MLA ആയി, അങ്ങനെ പോയി. എങ്കിലും എൻ്റെ മനസ്സിലൊരു ടെക്നീഷ്യൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. KSRTCയിലെ ഓരോ പുതിയ പരിഷ്കാരങ്ങളും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു സാങ്കേതിക വിദഗ്ധനാണ്. നിങ്ങളെപ്പോലെ ഒരു എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാനും കുട്ടിക്കാലത്ത്. ഞാൻ എൻ്റെ വീട്ടിലെ Fiat കാറൊക്കെ, ഈ മാരുതി കാർ വരുന്ന കാലം വരെ ഞാൻ മാരുതി കാറൊക്കെ ആദ്യം പണിയാൻ ഞാൻ തന്നെ പണിയുമായിരുന്നു. Fiat കാർ, അംബാസഡർ കാറൊക്കെ പണിയുമായിരുന്നു. എൻ്റെ വീടിനപ്പുറത്തൊരു വർക്ക്ഷോപ്പുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ പോയി നിന്നിട്ട് മേശരി അതിൻ്റെ കാർബറേറ്ററൊക്കെ ഇളക്കി എടുക്കുമ്പോൾ കണ്ടുകൊണ്ട് നിന്ന് പഠിക്കും. അങ്ങനെ വണ്ടി പണിയുന്നതിൻ്റെ പണിയൊക്കെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് ആ ഒരു ടേസ്റ്റിലേക്കല്ല ഞാൻ പോയെങ്കിലും ഞാനൊരു സിനിമാ നടനായിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. കുഞ്ഞുങ്ങൾ ഇവിടെ ചേരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു എഞ്ചിനീയർ ആവുക എന്ന ലക്ഷ്യമല്ല. ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് PWDയിൽ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയിൽ കമ്പ്യൂട്ടർ വിദഗ്ധനായി ഒരു കമ്പ്യൂട്ടർ കമ്പനി ജോലി ചെയ്യുക, കയറുക എന്നുള്ളതല്ല. ഈ നിമിഷം നിങ്ങൾ മനസ്സിൽ കുറിക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളടുത്ത് പറയാണ്. നിങ്ങൾ ഏത് ബാച്ചിലാണോ പഠിക്കുന്നത്, ഏത് ശാഖയിലാണോ പഠിക്കുന്നത്, ആ ശാഖയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശാസ്ത്രജ്ഞനാകണം എന്നാണ് ചിന്തിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനോ ശാസ്ത്രജ്ഞനാവണോ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടേതായ കണ്ടുപിടുത്തങ്ങൾ വേണം, നിങ്ങളുടേതായ കണ്ടുപിടുത്തങ്ങൾ. അപ്പം നമ്മൾ പഠിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ജോലി, എഞ്ചിനീയറായി പഠിച്ചു പാസ്സായി, വാട്ടർ അതോറിറ്റി ജോലി കിട്ടി. അപ്പോൾ വെള്ളം എത്തിക്കുന്നതിന് ഇപ്പോൾ ഒരു സംവിധാനമുണ്ട്. അതിനപ്പുറത്തേക്ക് പുതുതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ കുട്ടനാട്ടിൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടനാട് പോലുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് തായ്ലൻഡിൽ പോയി. അപ്പം മൊത്തം വെള്ളമാണ്, ഇടവഴികളാണ്, വരമ്പുകളാണ്, അതിനിടയിൽ കൂടെ തോടുകളാണ്. അപ്പോൾ അവിടെ എങ്ങനെ വെള്ളം കൊടുക്കുന്നു എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഇപ്പോൾ പല രാജ്യങ്ങളിലും പോകുമ്പോൾ ഇതെല്ലാം വീഡിയോയിൽ പകർന്നു. വളരെ എളുപ്പത്തിൽ പറയുന്നത്, മണ്ണിനടിയിൽ പൈപ്പ് കുഴിച്ചിട്ടാൽ അതിന് മോശമായ വെള്ളം വരാൻ സാധ്യതയുണ്ട്, ലീക്ക് വന്നാൽ മൊത്തം വെള്ളമാണല്ലോ, കുട്ടനാട് മുഴുവൻ വെള്ളമാണ്. അപ്പോൾ ഏതാണ് ലീക്ക് ചെയ്യുന്നത് പൈപ്പെന്ന് അറിയാൻ പറ്റില്ല. ഇവർ ചെയ്തിരിക്കുന്നത് ഈ പോഡിയത്തിൻ്റെ പൊക്കം